കഠിനമായ വേനൽച്ചൂടിൽ നിന്ന് അല്പം ആശ്വാസം ലഭിക്കാൻ നമ്മളെല്ലാവരും പ്രധാനമായും ആശ്രയിക്കുന്നത് സീലിംഗ് ഫാനുകളെയാണ്. എന്നാൽ പലപ്പോഴും ഫാൻ കറങ്ങുന്നുണ്ടെങ്കിലും മുറിയിൽ വേണ്ടത്ര തണുപ്പ് ലഭിക്കാറില്ല. ഇതിന് പരിഹാരമായി ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാനിന്റെ കാറ്റ് വർദ്ധിപ്പിക്കാനും മുറി നല്ല തണുപ്പുള്ളതാക്കി മാറ്റാനും സാധിക്കും. ആദ്യമായി ചെയ്യേണ്ടത് ഫാൻ ബ്ലേഡുകൾ വൃത്തിയാക്കുക എന്നതാണ്. ബ്ലേഡുകളിൽ പൊടി അടിഞ്ഞുകൂടുന്നത് ഫാനിന്റെ ഭാരം കൂട്ടുകയും കാറ്റിന്റെ ഗതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ആഴ്ചയിലൊരിക്കലെങ്കിലും നനഞ്ഞ തുണി ഉപയോഗിച്ച് ബ്ലേഡുകൾ തുടയ്ക്കുന്നത് കാറ്റ് നന്നായി താഴേക്ക് ലഭിക്കാൻ സഹായിക്കും. മറ്റൊരു പ്രധാന കാര്യം ഫാനിന്റെ കറക്കത്തിന്റെ ദിശയാണ്. വേനൽക്കാലത്ത് ഫാൻ എപ്പോഴും ക്ലോക്ക്വൈസ് ദിശയിലല്ല, മറിച്ച് ആന്റി ക്ലോക്ക്വൈസ്, അതായത് ഇടത്തോട്ട് ദിശയിലാണ് കറങ്ങേണ്ടത്. എങ്കിൽ മാത്രമേ തണുത്ത കാറ്റ് നേരിട്ട് താഴേക്ക് വരികയുള്ളൂ. മിക്ക പുതിയ ഫാനുകളിലും ഇതിനായി ചെറിയൊരു സ്വിച്ച് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഫാനിന്റെ കപ്പാസിറ്റർ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഫാൻ പഴയ വേഗതയിൽ കറങ്ങുന്നില്ലെങ്കിൽ കപ്പാസിറ്റർ മാറ്റിനോക്കുന്നത് വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കാറ്റ് കൂടുതൽ തണുപ്പുള്ളതാക്കാൻ ഒരു ചെറിയ പൊടിക്കൈ കൂടി പരീക്ഷിക്കാവുന്നതാണ്. ഫാനിന് താഴെയായി ഒരു ടേബിളിൽ പാത്രത്തിൽ ഐസ് കഷ്ണങ്ങളോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ വയ്ക്കുകയാണെങ്കിൽ ആ തണുത്ത കാറ്റ് മുറിയിലാകെ പടരാൻ ഇത് സഹായിക്കും. കൂടാതെ പകൽ സമയത്ത് ജനലുകൾ അടച്ചിട്ട് കർട്ടനുകൾ ഇടുന്നതും രാത്രിയിൽ ജനലുകൾ തുറന്നിടുന്നതും മുറിക്കുള്ളിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കും. ഈ ലളിതമായ മാറ്റങ്ങളിലൂടെ ഈ വേനൽക്കാലത്ത് നിങ്ങളുടെ ഫാനിൽ നിന്ന് കൂടുതൽ തണുത്ത കാറ്റ് ഉറപ്പാക്കാം.